പറയാനുള്ളത് ഈ കേരയിൽ വരില്ല കേട്ടോന്നല്ല, കേരയിൽ വരില്ല, കേരയിൽ ഉപേക്ഷിച്ചു, കേരയിൽ പ്രോജക്ട് സ്ക്രാപ്പ് ചെയ്തു എന്ന് ഗവൺമെന്റ് ഇലക്ഷന് മുമ്പായിട്ട് വ്യക്തമായി രേഖാമൂലം ജനങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ്. അതൊരു മര്യാദയാണ്. കാരണം അത്രമാത്രം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് അത്രമാത്രം തെറ്റായ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടിൽ 22ഓളം മേജർ മിസ്റ്റേക്സ് ഉള്ള ഒരു പദ്ധതിയായിരുന്നു അത്. അതുമാത്രമല്ല, അനധികൃതമായിട്ട് അവർക്ക് നിയമപരമായി ഇതിന്റെ അനുവാദം കിട്ടാതെ മഞ്ഞക്കുറ്റിയും കൊണ്ട് ജനങ്ങളുടെ മണ്ടയ്ക്ക് അടിച്ചു കയറ്റിയത് ജനം മുഴുവനും കണ്ടതാണ്. അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. രണ്ടാമത്തെ കാര്യം, ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് റിജക്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും അവർക്ക് റിജക്ട് ചെയ്യാനും പറ്റില്ല, സ്വീകരിക്കാനും പറ്റില്ല. അത് വേണ്ടാന്ന് അല്ലെങ്കിൽ അത് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ, ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർ സമരം ചെയ്തതുകൊണ്ടും പാരിസ്ഥിതികമായിട്ട് കേരളത്തിന്റെ അതിന്റെ ഭൂപ്രകൃതിയെയും ജലത്തിന്റെ നിർഗമനത്തെയും എല്ലാം തകർക്കുമെന്ന് തെളിഞ്ഞതുകൊണ്ടും ആ പദ്ധതി നടപ്പായാൽ കേരളത്തിന് പാരിസ്ഥിതികമായിട്ട് മാത്രമല്ല സാമ്പത്തികമായിട്ട് കേരളത്തിനെ തകർക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ആ പദ്ധതി വേണ്ടാന്ന് വയ്ക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കലർത്തിയിട്ട് നിങ്ങൾ വേറെ ഒന്നും അതിനകത്ത് സാധിക്കാൻ നോക്കണ്ട. അത് ജനത്തിന് എല്ലാവർക്കും അറിയാം. സമരം ചെയ്തും അതിന്റെ ടെക്നിക്കലായിട്ടുള്ള ഇവാലുവേഷൻ നടത്തിയുമാണ് ആ പദ്ധതി ഇല്ലാതായത്. അത് ശരിയായ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇത് അതല്ല സംഭവിച്ചതെന്നുള്ളതാണ്. ആരും തന്നെ ഇത്തരത്തിലുള്ള ഹൈ സ്പീഡ് റെയിലിനോ അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യുന്നതിന് ഇതിലൊന്നുമല്ല. ജൻസിയൊന്നും വേണ്ട, സാധാരണക്കാർക്കും ഇതൊക്കെ ആവശ്യമായിരിക്കാം. പക്ഷേ ഇവര് അങ്ങനെയല്ല ചെയ്തതെന്നുള്ളതുകൊണ്ടാണ്. അത് നമ്പർ 1 പോയിന്റ് വയ്ക്കുകയാണ് പരസ്യമായിട്ട്. ഒന്ന്, ജനങ്ങളുടെ മേൽ മഞ്ഞക്കുറ്റിയുടെ പുറത്തും പോലീസ് ആക്ഷൻസിന്റെ പുറത്തും ഒരുപാട് കേസുകൾ, ആയിരക്കണക്കിന് കേസുകളാണ്. ഇന്നും ആ സമരം ചെയ്ത സാധാരണ മിഡിൽ ക്ലാസും സാധാരണ മനുഷ്യരാണ്. അവരൊന്നും പരിസ്ഥിതി പ്രവർത്തകരോ രാഷ്ട്രീയക്കാരോ ഒന്നും ആയിരുന്നില്ല. അമ്മമാരും കുട്ടികളും അച്ഛന്മാരും ഒക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാർ. അവരുടെ പേരിൽ CPM എന്ന് പറയുന്ന പാർട്ടി പോലീസുകാരെ കൊണ്ട് എടുപ്പിച്ചിട്ടുള്ള കേസുകൾ മുഴുവനും പിൻവലിക്കണം. എന്തുകൊണ്ട് CPM എന്ന് പറയുന്നു? കാരണം ഇതിൽ CPI പോലും സംശയിച്ചാണ് നിൽക്കുന്നത്. വേണോ വേണ്ടോ അവർക്ക് സംശയമില്ല. പക്ഷേ വാതുറക്കാൻ പറ്റില്ല, മുന്നണി മര്യാദ എന്നുള്ളതുകൊണ്ട്. വളരെ വളരെ മോശമായ നിലപാടാണ് CPIയുടെ ആയാലും. പക്ഷെ അതുപോട്ടെ, LDF ഇപ്പോൾ ഇങ്ങനെ ആദ്യം ചെയ്യേണ്ടത് അത് പിൻവലിക്കുക എന്നുള്ളതാണ്. എല്ലാ കേസുകളും ഉടൻ തന്നെ പിൻവലിക്കണം. രണ്ടാമത്തത്, അവരുടെ ലാൻഡ് മുഴുവനും ലോക്ക്ഡാണ്. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ക്രയവിക്രയം നടത്താൻ പറ്റുന്നില്ല. അത് മുഴുവനും ആ ഗവൺമെന്റ് ഓർഡർ പിൻവലിക്കണം, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ. അത് പിൻവലിച്ച് അതിനെ സ്ക്രാപ്പ് ചെയ്യണം. അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. മൂന്നാമത്, ഇവർക്കുണ്ടായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങളുണ്ട്. വീടുകൾ കുത്തിപ്പൊളിക്കുക, കതവുകൾ പൊളിക്കുക, അതിനകത്ത് കയറി പറ്റിയ മഞ്ഞക്കുറ്റി അടിക്കുക, ഇത് മുഴുവനും നികത്തി കൊടുക്കണം. അത് തിരിച്ച് അതായത് ബിൽഡിംഗ്സ് ശരിയാക്കി കൊടുക്കുകയോ അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുകയോ ചെയ്യണം. സർക്കാർ പരസ്യമായി ഇത് ചെയ്യണം എന്നുള്ളതാണ്. നാലാമത്തത്, ഇനിയെങ്കിലും ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന കാര്യം ഒരു ഇടതുപക്ഷത്തിന് ചേരാത്ത രീതിയിലല്ലേ മുസ്തഫ ഈ ഇടതുപക്ഷം ഈ കാര്യത്തിൽ പെരുമാറിയത്? നിങ്ങൾക്ക് പോലും ആ മനസാക്ഷി കുത്തുണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായ നിങ്ങൾക്ക് അത് ഉണ്ടാവുമല്ലോ. പൗരപ്രമുഖർ എന്ന് പറയുന്നത് നിങ്ങളുടെ ബുക്കിൽ എവിടെയാണ് എഴുതിയിട്ടുള്ളത്? ജനങ്ങൾ എന്നുള്ളതല്ലേ എഴുതിയിട്ടുള്ളത്? എന്നിട്ട് ഇത് പ്രശ്നമാണെന്ന് പറയുമ്പോൾ പൗരപ്രമുഖരുമായിട്ട് ചർച്ച ചെയ്തിട്ട്, അതും പൗരപ്രമുഖർക്ക് എന്തറിയാമെന്നുള്ള പൗരപ്രമുഖരാണ് അനുഭവിക്കുന്നത്. ജനങ്ങളും പഠിച്ചിട്ടുള്ളത് ശാസ്ത്രജ്ഞന്മാരും എക്സ്പെർട്സുമല്ലേ. ഇവരാരെങ്കിലും നിങ്ങൾ അതിനകത്ത് വിളിച്ചിട്ടുണ്ടോ? എന്നിട്ട് എല്ലാ ജില്ലയിലും പൗരപ്രമുഖരുടെ മീറ്റിംഗ്, എല്ലാ വീടുകളിലും ലക്ഷക്കണക്കിന് പാംഫ്ലെറ്റ് അടിച്ചിട്ടുള്ള പ്രചരണം, എത്ര കോടി രൂപയാണ് പാർട്ടി തന്നെ ചെലവാക്കിയിട്ടുള്ളത്, സർക്കാരിനെ കൊണ്ട് ചെലവാക്കിയിട്ടുള്ളത്? ആ പൗരപ്രമുഖ പരിപാടിയും ഈ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി കോടികൾ ഇറക്കിയ പരിപാടിയും ഒക്കെ അവസാനിപ്പിച്ചിട്ട് ജനകീയമായിട്ട് ആ പദ്ധതി, ഇപ്പോൾ RRTS ആണെങ്കിൽ നിങ്ങളുടെ രേഖയുണ്ടെങ്കിൽ നാളെ തൊട്ട് ആ രേഖ പബ്ലിക് ആക്കുക. എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം.